ഹായ് അലിജോസ് പെരേര ചേട്ടാ, ഹായ് വളരെ നമസ്കാരം. സന്തോഷത്തിലാണല്ലോ. സന്തോഷം ഉണ്ടാകാണ്ടിരിക്കും, കാരണം നമ്മളൊരു വലിയൊരു സീരിയൽ ചെയ്തു, അതിന്റെ എപ്പിസോഡ് ക്ലൈമാക്സിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പൊ ക്ലൈമാക്സിൽ നമ്മൾ ഭാഗമായി മാറുന്നു. കാരണം പണ്ട് ഈ മാനസപുരത്തിലേക്ക് ഇറങ്ങിയ സമയത്ത് നമ്മൾ ആഗ്രഹിച്ചാണ് ഒരു സീരിയലിന്റെ ഭാഗമാകണമെന്ന്. അമ്മ, പാരിയാതം, കുങ്കോപ്പൂ, അപ്പൊ അതേപോലത്തെ ഒരു സീരിയൽ, പിന്നെ ഭ്രമണം, പിന്നെ എന്താണ്, അങ്ങനെ ഒരുപാട് സീരിയൽ ഇപ്പോ ഇപ്പൊ ഈ ഇതില് നമ്മൾ മലയാളമേലാണെങ്കിൽ ഒരുപാട് സീരിയൽ നമ്മൾ കണ്ടു പറഞ്ഞതാണ്. മഞ്ഞൊരു കാലം. അപ്പൊ അങ്ങനെ ഒരുപാട് സീരിയൽ നമ്മള് ഫാൻസ് ആയിരുന്നു. അപ്പൊ കാരണം അഭിനയിക്കാനൊരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഈ ഒരു മീനൂസ് കിച്ചൺ സീരിയലിൽ എനിക്ക് ചാൻസ് തന്നതിന് നന്ദിയുണ്ട്. കാരണം ഇന്ന് രാത്രി 7:30ക്കാണ് എന്റെ ക്ലൈമാക്സ് എപ്പിസോഡ്, 26 ജൂലൈ. ആരൊക്കെ ഉണ്ട് അതിനകത്ത്? ഇതില് വിഷ്ണു കൊച്ചിക്കാരനുണ്ട്, പിന്നെ നമ്മുടെ ഭാര്യ സിനിമയിലെ ആക്ടർ ഉണ്ട്, പിന്നെ നമ്മുടെ ഇന്നാണ് ആ കല്യാണം സിനിമയിലെ നായികയുണ്ട്. അപ്പോൾ ഏതാണ് നായികന്റെ പേരൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ പറഞ്ഞു ഇത് പേര് ഫെയിം ആക്കണം. പക്ഷേ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവര് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു കൊടുക്കും. പക്ഷെ ഇത് നമ്മുടെ സപ്പോർട്ടിന് വേണ്ടി നമ്മൾ പറയുകയാണ്. നമ്മൾ ഇപ്പോൾ സിജു സാറിന് നന്ദി പറയുന്നു. ഡയറക്ടർ സിജു സാറാണ്. പിന്നെ ഒരുപാട് അസോസിയേറ്റ് ഡയറക്ടർമാരെ വർക്ക് ചെയ്തിരുന്നു. പേരെടുത്ത് ഞാൻ പറയുന്നില്ല, കാരണം എനിക്ക് പേര് ഇപ്പോൾ ഓർമ്മയില്ല. പക്ഷേ മനസ്സിൽ ഓർമ്മയുണ്ട്, കാരണം പേര് എനിക്ക് ചോദിക്കാൻ വിട്ടുപോയി. അതാണ് റീസൺ. ആരുടെയും പേര് വിട്ടുപോയി, ക്ഷമ ചോദിക്കുന്നു. കാരണം ഇതിൽ ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങൾക്കൊപ്പമാണ് എനിക്ക് ഡയലോഗ് പറയാനുള്ള അവസരം കിട്ടിയിരിക്കുന്നത്. കാരണം നമ്മള് ഫ്ലവേഴ്സിലെ തന്നെ മുൻനിര സീരിയലായിട്ടുള്ള 3 മണി എന്ന് പറഞ്ഞ സീരിയലിലെ മുഖ്യ വേഷം ചെയ്തിട്ടുള്ള കഥാപാത്രമാണ് ഈ നമ്മുടെ മീനൂസ് കിച്ചൺ സീരിയലിലും എനിക്കൊപ്പം സീക്വൻസ് ചെയ്തിരിക്കുന്നത്. കോമ്പിനേഷൻ സീക്വൻസ് ആ ഫസ്റ്റ് തുടങ്ങി ഉണ്ടാകുന്നത്, അവസാനം വരെയും കോമ്പിനേഷൻ ഉണ്ട്. പിന്നെ അമ്മുമ്മ, അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇതിലുണ്ട്. ഒരുപാട് സ്ട്രെയിൻ ആണ്, കഷ്ടപ്പാട് തന്നെയാണ്. കാരണം സിനിമ പോലെ തന്നെ ഒരു വേറിട്ട് നിൽക്കുന്ന മറ്റൊരു ഫീൽഡ് തന്നെയാണ് സീരിയൽ. അപ്പോൾ അതിന്റെ ഒരു ഭാഗമായി ശ്രമിച്ചതിൽ പറ്റിയൊരു സന്തോഷമുണ്ട്. കാരണം നമുക്കിപ്പോൾ ഒരുപാട് സീരിയലുകൾ ഇപ്പോൾ തന്നെ നമുക്ക് കരാറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സീരിയൽ ഇൻഡസ്ട്രിയിൽ തന്നെ നമ്മൾക്ക് ഒരു കാൽവെപ്പ് തന്നെ പറയാം. കാരണം പണ്ട് നമ്മൾ അർച്ചന കവി എന്ന മേടത്തൊപ്പമാണ് റാണി രാജേന്ദ്രൻ സീരിയൽ ചെയ്തത്. അപ്പൊ അതും മനോരമയിലായിരുന്നു, എപ്പിസോഡ് 8 റിലീസ് ചെയ്തിരുന്നു. ഇതിപ്പോ മെയ് മാസം മുതൽ കുടുംബപ്രേക്ഷകരിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് നമ്മള്. അപ്പോൾ എന്തായാലും ഒരു ബ്രോക്കർ റാം മനോഹർ എന്ന ക്യാരക്ടർ എനിക്ക് മനോഹരമായിട്ടും ഭവ്യതയോടുകൂടിയും ചെയ്യാൻ സാധിച്ചു എന്നാണ് എനിക്ക് ഇപ്പൊ പ്രേക്ഷകരോട് പറയാനുള്ളത്. കാരണം നിങ്ങൾ ഓരോ കമന്റ് ഇടുമ്പോഴാണ് നമ്മുടെ സപ്പോർട്ട് വരുന്നത്. എന്തായാലും ഇനിയും നല്ല നല്ല റോളുകളുടെ ഭാഗമായി ശ്രമിക്കും. അപ്പോൾ ഈ ഒരു ബ്രോക്കർ റാം മനോഹർ എന്ന ക്യാരക്ടർ എനിക്ക് ഭദ്രമായെന്ന് തോന്നുന്നു. കാരണം നിങ്ങൾ ആണ് പ്രേക്ഷകർ, കൂടുതലും നിങ്ങളാണ് എപ്പിസോഡ് കാണുന്നത്. അപ്പൊ എന്റെ അഭിനയങ്ങൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. നമുക്ക് എന്തെങ്കിലും തെറ്റുകുറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. തുടക്കക്കാരൻ മാത്രമാണ്. ഡയലോഗ് ഫുൾ ലെങ്ത്തിൽ പറയുന്നത് ഇപ്പോൾ ഈ സീരിയലിലാണ്, മീനൂസ് കിച്ചണിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തുടക്കക്കാരെന്ന രീതിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പക്ഷെ എന്നാലും നിങ്ങൾ തെറ്റുകുറ്റം പുറത്ത് എന്തായാലും ആ സീരിയലിനെ ഒരു നല്ലൊരു ഇപ്പൊ ക്ലൈമാക്സിലേക്ക് എത്തി നിന്നു. അപ്പൊ നല്ല രീതിയിൽ അത് കണ്ട് സപ്പോർട്ട് ചെയ്യുക. മനോരമ മാക്സിൽ റിലീസാണ് പ്രിന്റുകൾ. കാരണം ചില എപ്പിസോഡുകളിൽ ലാസ്റ്റ് ക്ലൈമാക്സ് എപ്പിസോഡിലൊക്കെ എൻ്റെ ഫോട്ടോ ഉണ്ട് മിനിഞ്ഞാന്നത്തേക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. എൻ്റെ വിഷ്ണുവിന്റെ ഫോട്ടോ ഉണ്ട് ക്ലൈമാക്സ് എപ്പിസോഡിൽ. അപ്പൊ എന്തായാലും ഒന്ന് കാണാൻ ശ്രമിക്കാം. മനോരമ മാക്സിലും മനോരമയിൽ ഇന്ന് ഇപ്പൊ രാത്രി 8 മണിക്ക് 7:30 റിലീസാണ്. അപ്പോൾ തുടർന്നും വെളുപ്പിന് 4:30ക്കും രാത്രി 1:58 അങ്ങനെയൊക്കെ റിലീസ് ഉണ്ട്. പിന്നെ രാവിലെ 11:30 നാളെ ജൂലൈ 27-ാം തീയതി, അല്ല ജൂലൈ 27-ാം തീയതി ആണോ, ചിലപ്പോൾ ജൂലൈ 28-ാം തീയതി ആയിരിക്കും, തിങ്കളാഴ്ച ആയിരിക്കും കാണിക്കുന്നത്. അപ്പൊ എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കുടുംബ പ്രേക്ഷകർക്കിടയിലേക്ക് ഇപ്പോ ഓൺലൈൻ മാധ്യമങ്ങളിൽ മാത്രം നിറഞ്ഞിരിക്കുന്ന അലിജോസ് പെരേര മാത്രമേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ഈ മെയിൻ സ്ട്രീം ചാനലുകളിൽ ഒരു ചാനൽ മാത്രമാണ് ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത് കൂടുതലായിട്ട്, മനോരമ ന്യൂസ്. അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്തതിന് നന്ദിയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഏഷ്യാനെറ്റ്, സൂര്യ TV എല്ലാ ചാനലും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. ന്യൂസ് ചാനൽസ് എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. കാരണം രേണുസുധി ചേച്ചിന്റെ വേരെന്ന മൂവിയിൽ അഭിനയിച്ചപ്പോൾ ന്യൂസിൽ ഏഷ്യാനെറ്റ് ന്യൂസാണ് വാർത്ത ഇട്ടത്. പിന്നെ ഈ അടുത്ത് ബിഗ് ബോസിന്റെ ഒരുപാട് വാർത്തകൾ ഇന്ന് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തായാലും ബിഗ് ബോസ് വിളിച്ചാൽ പോകും. അങ്ങനെ ബിഗ് ബോസിനെ പറ്റിയുള്ള അപ്ഡേറ്റ് പറയാൻ പറ്റുള്ളൂ. ഇതുവരെ വിളിച്ചിട്ടില്ല ബിഗ് ബോസ്. അപ്പൊ എന്നാലും ഗ്രൂപ്പ്രേക്ഷകരിലേക്ക് ഒരു നല്ലൊരു വിരുന്നാണ് ഈ മീനൂസ് കിച്ചൺ എന്ന് പറഞ്ഞ സീരിയൽ മൊത്തത്തിൽ. അപ്പോൾ നമ്മുടെ റോള് മാത്രമല്ല, ഓരോ ആക്ട്രസും ആക്ടേഴ്സും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. എൻ്റെ കൂടെ കോമ്പിനേഷൻ ചെയ്തത് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. എന്തായാലും സീരിയൽ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. കാരണം
ഒരുപാട് താരങ്ങൾക്കൊപ്പമാണ് നമ്മൾ നിൽക്കുന്നത്. കാരണം നമ്മളെ ഈ പിന്തള്ളാനായിട്ടും പിന്തിരിപ്പിക്കാനായിട്ട് ഔട്ടാക്കാനായിട്ടും പലരും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾക്ക് അലിൻ ജോസ് പെരേര AJP എന്ന് പറഞ്ഞ ആളുടെ സ്റ്റാർഡം കൂടുന്നേ ഉള്ളു. കാരണം നമുക്ക് എപ്പോഴും സീരിയലുകൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നില്ല. പക്ഷേ മീനൂസ് കിച്ചൺ നല്ല രീതിയിൽ ചെയ്തു. ഇനിയും സിജി സാറിന്റെ ഒരുപാട് സീരിയലുകളുടെ ഭാഗമായി മാറും. അപ്പോൾ എന്തായാലും നിങ്ങൾ സപ്പോർട്ടിന് നന്ദി. അപ്പോൾ ക്ലൈമാക്സ് എപ്പിസോഡ് നിങ്ങൾ കാണണം, സപ്പോർട്ട് ചെയ്യണം. ഇനിയുള്ള എൻ്റെ 2-3 സിനിമകളുണ്ട്. ഗുലാം തത്തുകട, ചോല വിസ്കി, റാം. അപ്പൊ അങ്ങനെയുള്ള സിനിമകളും നിങ്ങൾ ഇരുകൈയിട്ട് സ്വീകരിക്കണം. പിന്നെ തിരുമാലി എന്ന് പറഞ്ഞ ആൽബം സോങ്, പിന്നെ യുദ്ധം ഷോർട്ട് ഫിലിം, അങ്ങനെ ഒരുപാട് വിശേഷങ്ങളുണ്ട്. തിരുമാലിയിൽ ആരൊക്കെയുണ്ട്? തിരുമാലിയിൽ ഞാൻ അലിൻ ജോസ് പെരേര, പിന്നെ സന്തോഷ് വർക്കി, വിഷ്ണു കൊച്ചിക്കാരൻ. അപ്പൊ എന്തായാലും തിരുമാലി സോങ് ഉടൻ തന്നെ ഇറങ്ങും, ഓണത്തിന് മുമ്പ് ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ എന്തായാലും കൈനിറയെ ഇപ്പൊ ചെയ്യുന്നത് പ്രൊമോഷൻ വർക്കാണ്. ഇപ്പോ 1-2 പ്രൊമോഷൻ വർക്ക് വന്നിട്ടുണ്ട്. ഒരു പെർഫ്യൂം ഷോപ്പിന്റെ, പിന്നെ ബ്യൂട്ടി പാർലർ, പിന്നെ 1-2 ഷോപ്പുകളുടെയൊക്കെ പ്രൊമോഷനും, പിന്നെ സിനിമ ആങ്കറിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ എൻ്റെ കരിയർ എനിക്ക് പ്രൊട്ടക്ട് ചെയ്യണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരോ മേഖലയിൽ പല മേഖലയായിട്ട് നിൽക്കും. കാരണം എനിക്ക് ആങ്കറിംഗ് ഒന്നും വലിയതായിട്ട് ഞാൻ പഠിച്ചിട്ടില്ല, ജേർണലിസവും പഠിച്ചിട്ടില്ല. പക്ഷേ എങ്കിലും നമ്മൾ പല സിനിമ നടന്മാരുടെയും ആങ്കറിംഗ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ സിറ്റിംഗ് ഇന്റർവ്യൂ 1-2 പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഞാൻ ആക്ടറാണ്, സിംഗറാണ്, യൂട്യൂബറാണ്, ആങ്കറാണ്, എല്ലാമാണെന്ന് തന്നെ പറയാം. ഓൾ ഇൻ ഓൾ ആയിട്ട് സീരിയൽ, സിനിമ, ഷോർട്ട് ഫിലിം, ആൽബംസ്, പരസ്യചിത്രങ്ങൾ, ഓൺലൈൻ പരസ്യങ്ങൾ, എല്ലാത്തിന്റെ ഭാഗമാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും വിമർശിക്കുന്നവർ വിമർശിക്കുക, മുന്നോട്ട് തന്നെ പോവുക. ഇനിയുള്ള ടൈം നിങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്യാൻ പറ്റും. കാരണം എനിക്ക് പെട്ടെന്നുള്ള ദേഷ്യം കൊണ്ട് ചില സമയത്ത് സെൽഫി എടുക്കാൻ പറ്റാറില്ല. പക്ഷേ മനസ്സിലാക്കണം, ഓരോ ആൾക്കാർക്കും ഓരോരോ വിഷമങ്ങളും ഉണ്ടാവും. അപ്പൊ പെട്ടെന്ന് ഓരോ ആൾക്കാർ സെൽഫി വയ്ക്കുമ്പോൾ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അത് മാത്രമല്ല എൻ്റെ പ്രശ്നം. ബാക്കി എല്ലാം നിങ്ങളുടെ കയ്യിലേക്കാണ്. ഇനിയുള്ള വർക്കുകൾ എല്ലാം വരുമ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. തുടരെ എന്തായാലും ഒരുപാട് വർക്കുകൾ എത്തും. വലിയ ഷോയുടെ ഭാഗമായി മാറുമ്പോഴും നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവണം. ഓക്കെ, താങ്ക് യു.